നമസ്കാരം കൂട്ടുകാരെ, ഞാൻ വിഷ്ണു ബാബു. ഞാൻ ഇന്ന് കൂട്ടുകാർക്ക് ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് രണ്ട് ആപ്ലിക്കേഷനാണ്. ഒന്നൊരു ഫ്രീ കോളിംഗ് ആപ്ലിക്കേഷനും പിന്നെ നിങ്ങൾക്ക് പരിധികളില്ലാതെ എത്ര ഫ്രീ കോൾ വേണമെങ്കിലും ചെയ്യാൻ സഹായിക്കുന്ന മറ്റൊരു ടെക്സ്റ്റ് നൗ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വെർഷനും. ഈ രണ്ട് ആപ്ലിക്കേഷനും ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ലിങ്ക് വീഡിയോയ്ക്കൊപ്പം വെക്കുന്നുണ്ട്. ആവശ്യമുള്ള കൂട്ടുകാർ അവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ചില ഫ്രീ കോളിംഗ് ആപ്ലിക്കേഷനുകൾ യൂസ് ചെയ്യുന്ന ടൈമിൽ അതിനൊരു ടൈം കമ്പനി നൽകും. നമുക്ക് ഇത്ര മിനിറ്റ് അല്ലെങ്കിൽ ഇത്ര ക്രെഡിറ്റ് മാത്രമേ നമുക്ക് യൂസ് ചെയ്ത് കോൾ ചെയ്യാൻ കഴിയൂ. എന്നാൽ അത് വീണ്ടും വീണ്ടും നമുക്ക് ക്രെഡിറ്റ് കൂട്ടാൻ കഴിയുന്ന ഒരു ആപ്ലിക്കേഷനാണ് ടെക്സ്റ്റ് നൗ എന്ന് പറയുന്നത്. ഞാനിപ്പം ഫ്രീ കോളിംഗ് ആപ്ലിക്കേഷൻ വെച്ചേക്കുന്നത് എയർടെൽ ടോക്ക് എന്ന് പറയുന്ന നല്ല ക്ലാരിറ്റി ഉള്ള ഒരു ആപ്ലിക്കേഷനാണ്. 20 മിനിറ്റ് ആണ് അത്. നമുക്ക് 10 തൊട്ട് 20 മിനിറ്റ് ആണ് അവർ ക്രെഡിറ്റ് തരുന്നത്. കട്ട് ചെയ്യാതെ 20 മിനിറ്റ് തുടർച്ചയായിട്ട് സംസാരിക്കാം. കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു നമ്പറിലുള്ള ക്രെഡിറ്റ് ക്യാൻസൽ ആവും. അപ്പോൾ 20 മിനിറ്റ് സംസാരിച്ച് കഴിയുമ്പോൾ ആ ക്രെഡിറ്റ് തീർന്നു കഴിഞ്ഞാൽ വീണ്ടും അടുത്ത 20 മിനിറ്റത്തേക്ക് നമുക്ക് പുതിയൊരു നമ്പർ വെച്ച് വീണ്ടും അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അത് വളരെ എളുപ്പം തന്നെയാണ്. ഞാനിപ്പം ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരാം. അങ്ങനെ എത്ര പ്രാവശ്യം വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ടെക്സ്റ്റ് നൗവിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് നമ്പർ വെച്ച് നിങ്ങൾക്ക് ഈ ഒരു എയർടെൽ ടോക്ക്, അതേപോലെ ടെക്സ്റ്റ് മീ, പിന്നെ വാട്സ്കോൾ, അതേപോലെയുള്ള തുടങ്ങിയ ഏത് ഫ്രീ കോളിംഗ് ആപ്ലിക്കേഷനും നിങ്ങൾക്ക് വീണ്ടും വീണ്ടും നിങ്ങളുടെ നമ്പർ കൊടുക്കാതെ തന്നെ ഒരു അമേരിക്കൻ നമ്പർ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഫ്രീ കോളിംഗ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ കഴിയുന്ന രണ്ട് ആപ്ലിക്കേഷൻസ് ആണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. നമുക്ക് എങ്ങനെയാണ് എന്ന് നോക്കാം. ഞാൻ ആദ്യം ടെക്സ്റ്റ് നൗവിൻ്റെ ഏറ്റവും പുതിയ വേർഷൻ ഞാൻ ജസ്റ്റ് ലിങ്ക് 1 എന്നുള്ളതിനകത്തുനിന്ന് കൂട്ടുകാർ ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഇതാണ് പുതിയ വേർഷൻ. ഞാനിപ്പോൾ ഓൾറെഡി യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് അതൊന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്താൽ കൂട്ടുകാർക്ക് ഇതേപോലെ സൈനപ്പ് ലോഗിൻ എന്ന് ചോദിക്കും. നിങ്ങൾ സൈനപ്പ് കൊടുക്കുക. ശേഷം ഇവിടെയായിട്ട് എന്തെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പം ഇവിടെയായിട്ട് ഞാൻ ടൈപ്പ് ചെയ്തു. ലാസ്റ്റ് നെയിം ഒരെണ്ണം കൊടുത്തു. ബർത്ത് ഡേറ്റ് നിങ്ങൾ കഴിയുന്നതും ഒരു 998, 99 ആ ഒരു റേഞ്ച് വരുന്നതിൽ കൊടുക്കുക. ഇനി മെയിലാണോ ഫീമെയിലാണോ എന്നുള്ളത് കൊടുക്കുക. നിങ്ങൾ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുക്കണം എന്നില്ല. ഇവിടെയും അതേപോലെ എന്തെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ടൈപ്പ് ചെയ്താലും ലാസ്റ്റ് @gmail.com എന്ന് കൂടി ചേർക്കണം. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇവിടെ ടൈപ്പ് ചെയ്യാം. ഞാനിപ്പം അത് ടൈപ്പ് ചെയ്തു. ശേഷം പാസ്വേഡ് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് നിങ്ങൾ ഇവിടെയായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇതൊരു പെർമനന്റ് അക്കൗണ്ട് ഒന്നും അല്ല, അതുകൊണ്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ടൈപ്പ് ചെയ്യാം. താഴെയായിട്ടുള്ള എഗ്രി കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക. ഒരല്പസമയം ഒന്ന് വെയിറ്റ് ചെയ്യുക. കൂട്ടുകാർ ഈ ഒരു അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ടും കൂടി പങ്കുവെക്കുക. കാരണം പ്രവാസി കൂട്ടുകാർക്കൊക്കെ ഫ്രീ കോളിംഗ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന ടൈമിൽ ഈ രണ്ട് ആപ്ലിക്കേഷനുകളും വളരെ ഉപകാരപ്രദമാകും. കാരണം ഇന്ത്യയിലേക്ക് 20 മിനിറ്റ് കോൾ ചെയ്യാൻ കഴിയുന്നത് നല്ല ഒരു ക്ലാരിറ്റി ഉള്ള ഒരു ആപ്ലിക്കേഷനാണ് എയർടെൽ ടോക്ക്, ടെക്സ്റ്റ് നൗ. പിന്നെ ഏത് ഫ്രീ കോളിംഗ് ആപ്ലിക്കേഷന് വേണമെങ്കിലും അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യാം. നിങ്ങൾ കൊടുത്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു ഓപ്ഷൻ ആയിരിക്കും. ഇവിടെയായിട്ട് 3 ഡോട്ട് ലൈൻ നിങ്ങൾക്ക് കാണും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ ഒരു ഇന്റർഫേസ് വരും. സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂട്ടുകാർക്ക് സൈൻ ഔട്ട് ചെയ്യാം. സൈൻ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ അടുത്തതും ഇതേ രീതിയിൽ വീണ്ടും അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ഞാനിപ്പം ടാപ്പ് ടു ഗെറ്റ് യുവർ ഫ്രീ ടെക്സ്റ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തു. സെലക്ട് യുവർ സ്റ്റേറ്റ് എന്നുള്ളത് ഏതെങ്കിലും ഒരെണ്ണം ഇതിൽ നിന്ന് സെലക്ട് ചെയ്യുക. ഏരിയ കോഡ് ശേഷം ഓക്കെ കൊടുക്കുക. ഏരിയ കോഡ് ചില സ്റ്റേറ്റ് സെലക്ട് ചെയ്യുമ്പം ഒരുപാട് കാണും. അതിലേതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യുക. കസ്റ്റം നമ്പർ കൊടുക്കുക. വീണ്ടും അല്പസമയം നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാം. ഇതാണിപ്പം എനിക്ക് ലഭിച്ചിരിക്കുന്ന ഒരു US നമ്പർ. ഇത് ഇനി ഇവിടെയായിട്ട് സെൻഡ് മെസ്സേജ് വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. ഞാനിപ്പം ബാക്ക് അടിച്ചു. ഇവിടെയായിട്ട് വീണ്ടും നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ 3 ഡോട്ട് ലൈൻ വീണ്ടും ഓപ്പൺ ചെയ്താൽ ഇവിടെ ഒരു നമ്പർ വന്നിരിക്കുന്ന കാണാം. ഇനി ഞാൻ ജസ്റ്റ് അതൊന്ന് കോപ്പി ചെയ്ത് പിടിക്കാൻ, അതിലൊന്ന് ലോങ് പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിന്റെ ക്ലിപ്പ് ബോർഡിലേക്ക് കോപ്പി ആവും. ഇനി നമുക്ക് എയർടെൽ ടോക്ക് എന്ന് പറയുന്ന ആ ആപ്ലിക്കേഷനിലൊന്ന്, ഫ്രീ കോളിംഗ് ആപ്ലിക്കേഷനിലൊന്ന് നമുക്ക് ലോഗിൻ ചെയ്യാം. ഞാൻ ജസ്റ്റ് ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്.
രണ്ടാമത്തെ ലിങ്കിൽ നിന്ന് നിങ്ങൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്ന ഫ്രീ കോളിംഗ് എയർടെൽ ടോക്ക് എന്ന് പറയുന്ന ഫ്രീ കോളിംഗ് ആപ്ലിക്കേഷനാണ്. ജസ്റ്റ് കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞിട്ട് ഇവിടെയായിട്ട് നിങ്ങൾ നമ്പർ സെറ്റ് ചെയ്യണം. അതിനായിട്ട് നിങ്ങൾ ആ ഫ്ലാഗിൻ്റെ പുറത്തൊന്ന് ക്ലിക്ക് ചെയ്യുക. താഴോട്ട് വന്നു കഴിഞ്ഞാൽ US എന്ന് പറഞ്ഞ് നമുക്ക് US നമ്പർ കാണാം. ജസ്റ്റ് അതായത് കൺട്രി സെലക്ട് ചെയ്യുക. അതിനായിട്ട് നമ്മൾ ഏറ്റവും ലാസ്റ്റായിട്ട് വരുമ്പോൾ U എന്നുള്ള പോർഷനിലെത്തണം. ഇവിടെയായിട്ട് നമുക്ക് യുണൈറ്റഡ് സ്റ്റേറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ +1 കാണും. ശേഷം നമ്മൾ ആ നമ്പർ ഇവിടെയായിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. പേസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ആ +1 അങ്ങ് മാറ്റിയേക്കണം. കാരണം ഇവിടെ ഓൾറെഡി ഒരു +1 ഉണ്ട്. ശേഷം കണ്ടിന്യൂ കൊടുക്കുക. ഒന്ന് അല്പ സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യുക. നമുക്ക് ആ ഒരു അക്കൗണ്ടിലേക്ക് വെരിഫിക്കേഷൻ കോഡ് വരും. നമുക്കതിനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം എനിക്ക് വെരിഫിക്കേഷൻ കോഡ് വന്നിട്ടുണ്ട്. എൻ്റെ വെരിഫിക്കേഷൻ കോഡിൻ്റെ മെസ്സേജാണ് മുകളിൽ കണ്ടത്. 27. ശേഷം ഞാൻ കണ്ടിന്യൂ കൊടുത്ത് വെരിഫിക്കേഷൻ കോഡ് കൊടുത്ത്. ഇല്ലെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് നൗ വീണ്ടും ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു മെസ്സേജ് അതിൽ കിടക്കുന്നതാണ്. ഇപ്പോൾ എനിക്ക് ആ ഒരു ഫ്രീ കോളിംഗ് ആപ്ലിക്കേഷൻ ലോഗിൻ ആയി. ഇനി ഇവിടെയായിട്ട് 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയലർ എന്നുള്ള പോർഷൻ എടുത്തിട്ട് ഇവിടെയായിട്ട് ഞാനിപ്പോൾ ഒരു ഇവിടെയായിട്ട് കൺട്രി ഏതാണോ നിങ്ങൾ കോൾ ചെയ്യേണ്ടത് ഫ്ലാഗിൻ്റെ ആ ഒരു സിമ്പിളിൻ്റെ പുറത്ത് ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് കൺട്രി ചേഞ്ച് ചെയ്യുക. ശേഷം നിങ്ങൾ വിളിക്കേണ്ട നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതെല്ലാം കോൺടാക്ട് ചെയ്യുന്ന വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഒരു നമ്പർ ഇവിടെയായിട്ട് ടൈപ്പ് ചെയ്തു. ജസ്റ്റ് ഒന്ന് കോൾ ചെയ്യുകയാണ്. ഇപ്പം മുകളിലായിട്ട് നിങ്ങൾക്ക് ക്രെഡിറ്റ് എത്ര ഉണ്ട് എന്നുള്ളത് കാണാൻ കഴിയും. ഇപ്പം ആ ഒരു നമ്പറിൽ നിന്ന് ഇപ്പം എനിക്ക് കോൾ വരുന്നുണ്ട്. ഇതാണ് ഇപ്പം നിങ്ങൾക്ക് കാണാം +1 തുടങ്ങുന്ന ഒരു നമ്പറാണ് മുകളിലായിട്ട് കാണിക്കുന്നത്. നമ്മൾ ടെക്സ്റ്റ് നൗവിൽ ക്രിയേറ്റ് ചെയ്ത ആ ഒരു നമ്പറാണ് ഇവിടെ മുകളിലായിട്ട്. അപ്പം ഇതേ രീതിയിൽ നല്ലൊരു ക്ലാരിറ്റിയിൽ തന്നെ നിങ്ങൾക്ക് കോൾ ചെയ്യാൻ കഴിയും. കോൺടാക്റ്റിലുള്ള എയർടെൽ ടോക്ക് ഫ്രീ ആണ്. എയർടെൽ ടോക്ക് യൂസ് ചെയ്യുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ കോൾ ചെയ്യാം. മറ്റുള്ള ലാൻഡ് ഫോണുകളിലേക്കൊക്കെ ഫ്രീ ആയിട്ട് കോൾ ചെയ്യാൻ നിങ്ങൾക്ക് നമ്പർ ടൈപ്പ് ചെയ്തോ അല്ലെ കോൺടാക്റ്റിൽ സേവ് ചെയ്തേക്കുന്ന നമ്പറാണെങ്കിൽ അത് യൂസ് ചെയ്ത് കൂട്ടുകാർക്ക് ഉപയോഗിക്കാം. അപ്പം ഈ ഒരു അറിവ് കൂട്ടുകാർക്ക് ഉപകാരപ്രദമാകും എന്ന് 100% പ്രതീക്ഷിക്കുന്നു. കാരണം ടെക്സ്റ്റ് നൗ എന്നുള്ളത് അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് നമ്പർ ക്രിയേറ്റ് ചെയ്യാം. അടുത്ത നമ്പർ വീണ്ടും ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ക്രെഡിറ്റ് തീർന്നാൽ വീണ്ടും നമ്മൾ ടെക്സ്റ്റ് നൗ ഓപ്പൺ ചെയ്യുക. പുതിയൊരു നമ്പർ വീണ്ടും ഇതേ രീതിയിൽ ക്രിയേറ്റ് ചെയ്യുക. ശേഷം എയർടെൽ ടോക്ക് ഓപ്പൺ ചെയ്ത് ക്ലിയർ ഡാറ്റ കൊടുക്കണം. അതിനായിട്ട് നിങ്ങൾ ഫസ്റ്റ് സെറ്റിംഗ്സിൽ പോയിട്ട് ആപ്ലിക്കേഷൻ എന്നുള്ളത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഓൾ എന്നുള്ള ലിസ്റ്റിൽ എയർടെൽ ടോക്ക് കാണാം. ജസ്റ്റ് അത് ഓപ്പൺ ചെയ്തിട്ട് ക്ലിയർ ഡാറ്റ കൊടുക്കുക. ക്രെഡിറ്റ് തീർന്നു കഴിയുമ്പോൾ ക്ലിയർ ഡാറ്റ കൊടുത്തിട്ട് വീണ്ടും എയർടെൽ ടോക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഈ നമ്പർ കൊടുത്ത് വെരിഫൈ ചെയ്യുക. വീണ്ടും കോൾ ചെയ്യുക. ഇതേ രീതിയിൽ ഏതൊരു ആപ്ലിക്കേഷനും നിങ്ങൾക്ക് ഫേക്ക് നമ്പർ വെച്ച് ക്രിയേറ്റ് ചെയ്ത് ഫ്രീ കോൾ ചെയ്യാൻ കഴിയുന്ന ഒരു ആപ്ലിക്കേഷനാണ് ടെക്സ്റ്റ് നൗ. അതേപോലെ ഫ്രീ കോൾ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് എയർടെൽ ടോക്ക്. അപ്പോൾ ഈ 2 ആപ്ലിക്കേഷനും കൂട്ടുകാർക്ക് വളരെ ഉപകാരപ്രദമാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ നിർത്തുന്നു. മറ്റൊരു അറിവുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.